പാഠം 904 കേശവനുണ്ണി പുരാണം. ഭാമേ, ഓ, കൃഷി ആഫീസിലെ വാമദേവൻ സാറിനെതിരെ ലോനപ്പൻ കൊടുത്ത കേസ് നീയാണോ വാദിക്കുന്നത്? അത് മോഹനേട്ടൻ എങ്ങനെ അറിഞ്ഞു? നീ എന്നോടൊന്നും പറയാറില്ലെങ്കിലും അതൊക്കെ അന്വേഷിച്ചറിയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. അതെന്ത് ഉത്തരവാദിത്വമാണ്? മോഹനേട്ടൻ ഓരോ ദിവസവും വില്ലേജ് ഓഫീസിൽ വെച്ച് ആർക്കൊക്കെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് ഞാൻ ചോദിക്കാറുണ്ടോ? ഓരോ ദിവസവും എത്ര രൂപ കരം പിരിഞ്ഞു കിട്ടി എന്ന് ഞാൻ അന്വേഷിക്കാറുണ്ടോ? മോഹനേട്ടൻ ആരുടെയെങ്കിലും സ്ഥലവളക്കാൻ പോയാൽ അക്കാര്യം എന്നോട് പറയാറുണ്ടോ? അതുപോലെ ഞാൻ എന്തൊക്കെ കേസ് വാദിക്കുന്നു എന്നുള്ളത് എന്റെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ വാമദേവൻ സാറിനെതിരെ ഒരാളൊരു കേസ് കൊടുക്കുമ്പോ നീ അതെന്നോട് പറയേണ്ടതായിരുന്നു. എന്തിന്? വാമദേവൻ സാർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. അപ്പോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യ വേറൊരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ കേസ് വാദിക്കുന്നത് എങ്ങനെ ശരിയാവും ഭാമേ? ലോനപ്പൻ വെറുതെ പോയി കേസ് കൊടുത്താണോ മോഹനേട്ട? ഒരു കൊല്ലം മുന്നേ ലോനപ്പന്റെ കയ്യിൽ നിന്ന് കടവായി വാങ്ങിയ 50,000 രൂപ ഇതുവരെയായിട്ടും തിരിച്ചു കൊടുക്കാനുള്ള മര്യാദ മോഹനേട്ടൻ ഈ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥനായ വാമദേവൻ സാർ കാണിച്ചിട്ടില്ല. അവൻ ലോനപ്പൻ എന്ത് ചെയ്യണമായിരുന്നു? ലോനപ്പൻ കേസ് കൊടുക്കുന്നതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നീ ലോനപ്പന്റെ കേസ് വാദിക്കുന്ന. എന്നോട് കേസ് വാദിക്കരുത് എന്ന് ഉപദേശിക്കുന്നേക്കാട്ടിൽ നല്ലത് വാമദേവ സാറിനെ കണ്ട് ആ ലോനപ്പന്റെ കാശങ്ങ് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നതല്ലേ? ഞാൻ ഇന്നലെ വാമദേവൻ സാറിനെ കണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് പൈസ തിരിച്ചു കൊടുക്കാമെന്ന് സാറ് പറഞ്ഞായിരുന്നു. അതാദ്യം കൊടുക്കട്ടെ, അത് കഴിഞ്ഞോ കേസ് പിൻവലിക്കാം. പക്ഷേ ഇപ്പൊ കേസ് കൊടുക്കായിരുന്നൂടെ? ഒന്നുമില്ലെങ്കിലും വാമദേവൻ സാർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? മോഹനേട്ടൻ എന്തിനാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് കേൾക്കുമ്പോഴേക്ക് ഈ തേൻ ഒലിപ്പിക്കുന്നത്? മോഹനേട്ടൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? ഇന്നേ വരെ മോഹനേട്ടനെതിരായിട്ട് ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്, എന്ത്? അത്ര നിർബന്ധമാണെങ്കിൽ വേറെ ഏതെങ്കിലും വക്കീലിനെ വെക്ക്. നാട്ടിൽ എത്രയോ വേറെ വക്കീലന്മാരുണ്ട്. എനിക്ക് വരുന്നൊരു കേസ് ഞാൻ അങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വേറെ വക്കീലന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ അവസ്ഥ എന്താവും മോനേട്ടാ? എനിക്ക് കേസ് വേണ്ടേ? കേരളത്തിൽ 3.5 കോടി ആളുകളുണ്ട്. അതിൽ 5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാരേ ഉള്ളൂ. അതായത് ബാക്കി 3,45,00,000 പേർക്കെതിരെയുള്ള കേസ് നിനക്ക് വാദിക്കാമല്ലോ. ഞാൻ എന്തായാലും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കേസേ വാദിക്കുന്നുള്ളൂ. എന്താ? സത്യഭാമ വക്കീലിന്റെ വീടല്ലേ? അതെ. ഞാൻ വക്കീലിനൊന്ന് കാണാൻ വന്നതാ. ഒരു കേസിന്റെ കാര്യം പറയാനാ. ഭാമേ, എന്റെ പേര് പുഷ്പാങ്കതൻ. ടൗണിൽ ആധാർ എഴുത്ത് ഓഫീസ് നടത്തുവാ. സാറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. വില്ലേജ് ഓഫീസറാണല്ലേ? അതെ. അല്ല, സാർ കൈക്കൂലിയൊന്നും വാങ്ങാത്ത ആളാണെന്ന് എല്ലാരും പറയുന്നത് നേരാണോ സാറേ? അതെ. എന്റെ അടുത്ത് ഓരോ ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് താലൂക്ക് ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ സാധിച്ചു കൊടുക്കാറുണ്ട്. അവിടെ കാശ് വാങ്ങുന്ന സാറന്മാർ ഒരുപാടുണ്ട്. കാശ് വാങ്ങാൻ സാർ തയ്യാറാണെങ്കിൽ ഞാൻ ആളുകളെ മുട്ടിച്ചേരാം. എന്തിന്? അല്ല, വില്ലേജ് ഓഫീസ് ആവുമ്പോ നല്ല കാശ് കിട്ടുന്ന സ്ഥലമല്ലേ സാറേ? എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? പുഷ്പാങ്കതൻ ഇപ്പൊ വന്നത് എനിക്ക് പണം ഉണ്ടാക്കി തരാനാണോ അതോ കേസിന്റെ കാര്യം പറയാനാണോ? അല്ല, ഇതാരും പുഷ്പാങ്കത ചേട്ടനോ? നമസ്കാരം. ഇതെന്ത് പറ്റി? അല്ല, വക്കീലിനെ കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. വക്കീൽ ഓഫീസിൽ ഒന്ന് കാണണമെങ്കിൽ 10 ആവൂല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങോട്ട് വന്നതാ. വന്നു. ഇനി മേലിൽ ഇത്തരക്കാരന്റെ വീട്ടിലേക്ക് കയറി വന്നാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതെന്ത് പറ്റി? എന്താ പുഷ്പാങ്കത ചേട്ടാ പ്രശ്നം? അയ്യോ വക്കീലേ, എന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഒരു വലിയ കാശുകാരനാ, സദാശിവൻ ചേട്ടൻ. അയാൾക്കൊരു മകനുണ്ട്, കേശവനുണ്ണി. ഭയങ്കര ചട്ടമ്പിയാ. അവന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ കൈവച്ചളയും. ആ പ്രദേശത്തുള്ള എല്ലാവർക്കും അവന് ഭയങ്കര പേടിയാ. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടോ? ഉണ്ടല്ലോ. അതല്ലേ താണ്ട് എന്റെ നെറ്റി കാണുന്നത്. ഇന്നലെ അവനും ഞാനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. എന്നെ വരട്ടാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, ദേ ഈ നാട്ടിൽ നിയമം ഉണ്ടെന്ന്. എന്റെ വക്കീലെ കയ്യിൽ കിട്ടിയ കല്ലെടുത്ത് ദേ അവൻ എന്റെ തലയ്ക്ക് ഒറ്റ കയറി. വക്കീൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഇതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാ? പുഷ്പാങ്കത ചേട്ടൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തു.
ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഞാൻ നേരെ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞതാ. ഇന്ന് രാവിലെ വിവരം അന്വേഷിക്കാൻ ഞാൻ അവിടെ ചെന്നപ്പോ SI വിക്രമ സാർ പറയുവാ, എന്റെ പുഷ്പാങ്കത അതങ്ങ് പോട്ടെ, അതങ്ങ് വിട്ടുകളാന്ന്. ഞാൻ പറഞ്ഞില്ലേ വക്കീലെ, കേശവൻ ഉണ്ണിയുടെ അച്ഛൻ സദാശിവൻ ഭയങ്കര പൈസക്കാരനാ. അയാൾക്ക് പോലീസിലൊക്കെ ഭയങ്കര സ്വാധീനമാണ്. അയാൾ ഇടപെട്ട ഈ കേസ് ഇല്ലാതാക്കിയത്. ഓ അത് ശരിയല്ലല്ലോ. ഒരാളുടെ തലയടിച്ച് പൊടിച്ചിട്ട് അത് വിട്ടുകളയാൻ പറയുന്നു. ആ എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഞാൻ ഒന്ന് വിളിച്ചോട്ടെ എസ് ഐ. ആ. പോലീസ് കേസ് എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് കോടതി വഴി നീങ്ങാം. ഓ. അതുപോലെ ആ, അത് പറയാനാണ് ഞാൻ അങ്ങോട്ട് വന്നത്. പുഷ്പാഞ്ജലിയുടെ തൽക്കാലം ചെല്ലേ. ഓ ഞാനൊന്ന് വിക്രം സാറിനോട് സംസാരിച്ചതിന് ശേഷം വിളിച്ചോളാം. ശരി വക്കീലെ. ശരി. ആ പിന്നെ അവനെ എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ കയറ്റി നല്ല 4 തല്ല് കൊടുക്കണം. എന്നാലേ അവൻ പഠിക്കൂ. എന്നെ പോലുള്ളവർക്ക് നാട് ജീവിക്കണ്ടേ? അപ്പൊ ഞാൻ പോട്ടെ വക്കീലെ. ശരി. ശരി സാർ, ഞാൻ ഓഫീസിൽ നിന്ന് വിളിക്കാം. ശരി. അയാള് പോയോ? പോയി. എന്നെ കാണാൻ വരുന്ന ഒരാളുടെ മോഹനയുടെ ആവശ്യം അത് നമുക്ക് കയറാൻ നിൽക്കുന്നതിനാ? അയാൾ എന്നോട് പറഞ്ഞത് നീ കേട്ടിരുന്നെങ്കിൽ നിനക്ക് മനസ്സിലാകുമായിരുന്നു. അയാളൊരു പെരുങ്കളനാണ്. ഞാൻ കൈക്കൂലി വാങ്ങാൻ തയ്യാറാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരെ സംഘടിപ്പിച്ചു തരാമെന്ന് അയാൾ എന്റെ മുഖത്തോക്കി പറഞ്ഞു. അത് ചുമ്മാ തമാശയായിട്ട് പറഞ്ഞായിരിക്കില്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ കയറുമെന്ന് മോഹനേട്ടന്റെ മുഖത്ത് നോക്കി കൈക്കൂലി തരാന്ന് പറയൂ? മോഹനേട്ടൻ ഭയങ്കര സത്യസന്ധനാണെന്നുള്ള കാര്യം നാട്ടുകാർക്ക് കൂടെ അറിഞ്ഞൂടെ? ഒന്ന് മാറിക്കേ, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ഹലോ, SI വിക്രമ സാറല്ലേ? ഞാൻ അഡ്വക്കേറ്റ് സത്യഭാമ. സാർ, ഞാനൊരു കാര്യം അറിയാനായിട്ട് വിളിച്ചതാണ്. ടൗണിൽ ആധാരമെഴുത്ത് ഓഫീസ് നടത്തുന്ന പുഷ്പാങ്കതൻ എന്നൊരാൾ എന്നെ കാണാൻ വന്നിരുന്നു. അതെ, എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. അതെ, അയാൾ തന്നെ. കേശവനുണ്ണി എന്ന് പറയുന്ന ഒരു റൗഡി അയാളുടെ തലയടിച്ച് പൊട്ടിച്ചു എന്ന് പറഞ്ഞാണ് അയാൾ വന്നത്. റൗഡി അല്ലേ? പട്ടാപ്പകൽ ഒരാളുടെ തലയടിച്ച് പൊട്ടിക്കുന്ന ആളെ റൗഡി എന്നല്ലാതെ പിന്നെ എന്താ സാർ വിളിക്കുക? സാറേ, സാറിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ഈ പറയുന്ന കേശവനുണ്ണിയുടെ അച്ഛൻ സദാശിവൻ ഒരു പൂത്ത കാശുകാരനാണെന്നും ഒരുപാട് സ്വാധീനമുള്ള ആളാണെന്നും എല്ലാം ഞാൻ അറിഞ്ഞു. അയ്യോ, അങ്ങനെയുള്ളവരുടെ പക്ഷത്തല്ലേ നിങ്ങൾ പോലീസുകാർ നിൽക്കുള്ളൂ. ആ കളി ശരിയാവില്ല സാറേ. കേശവനുണ്ണി എന്ന് പറയുന്ന ആ റൗഡിക്കെതിരെ ഇന്ന് തന്നെ സാറ് കേസ് എടുത്തില്ലെങ്കില് ഞാൻ നിയമത്തിന്റെ വഴി നോക്കും. അപ്പൊ പിന്നെ അയ്യോ വക്കീലേ, ഇതെന്ത് പണിയാ കാണിച്ചെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ വരരുത്. നീ എന്തിനാ എസ്ഐയോടൊക്കെ ചൂടാൻ പോകുന്ന? ചൂടാതെ ഞാനെന്താ ചെയ്യുക? ആ പാവം പുഷ്പാങ്കത ചേട്ടന്റെ തല കേശവനുണ്ണി എന്ന് പറയുന്ന ഒരാൾ അടിച്ചു പൊട്ടിച്ചാണ് പോരട്ടാ. പരാതിയായിട്ട് ചെന്നപ്പോ SI അത് ഒതുക്കി തീർക്കാൻ നോക്കിയെന്ന്. നാട്ടില് നിയമം ന്യായമൊക്കെയില്ലേ? ഇത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. നീ എന്താ വന്നു പോലീസുകാരെ നിയമം പഠിപ്പിക്കാൻ പോകണം? നിയമം അറിയാത്തവർ നിയമം കൈകാര്യം ചെയ്യുമ്പോ നിയമം പഠിപ്പിക്കാതെ പറ്റില്ലല്ലോ മോഹനേട്ടാ. നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഒരാൾ ഒരു പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ജോലി. SI വിക്രമ സാർ ആ ജോലി ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ വിക്രമ സാറിനെതിരെ കേസ് കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. ഓ, അപ്പോ നീ നാട്ടിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? ആദ്യം വാമദേവൻ സാറിനെതിരെ കേസ് കൊടുത്തു, ഇപ്പൊ വിക്രമ സാറിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു. ഒരു സ്ഥലത്ത് ഒരു അന്യായം നടന്നു. ആ അന്യായം ചെയ്തത് ആരായാലും അതിന് പരിഹാരം കണ്ടല്ലേ പറ്റൂ. കുറ്റകൃത്യം ചെയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനാണോ സാധാരണക്കാരനാണോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോ നിന്റെ ഉദ്ദേശം എന്നെ നാണം കെടുത്തുക എന്നുള്ളതാണ്? ഒരിക്കലും അല്ല. ഞാൻ സത്യത്തിൽ മോഹനേട്ടന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നത്. എന്റെ ഭർത്താവ് സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ മോശക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞാൻ കേസ് വാദിക്കും എന്നല്ലേ ഇതിന്റെ സൂചന? അല്ലേ? ഹലോ, അതെ. വിക്രമ സാറായിരുന്നു. സാർ എന്ത് തീരുമാനിച്ചു? കേശവനുണ്ണിയോ? ഞാൻ അയാളോട് സംസാരിക്കണമെന്നോ?
എന്തിന്? സാർ എന്ത് വൃത്തിയുടെയായി പറയുന്നത്? ഈ കേസിൽ ഞാൻ സംസാരിക്കുന്ന പുഷ്പാങ്കതൻ ചേട്ടന് വേണ്ടിയാണ്. കേസിനുണ്ണി എതിർകക്ഷിയാണ്. എതിർകക്ഷിയോട് സംസാരിക്കേണ്ട കാര്യം വക്കീലിനില്ല. അത് ശരിയാവില്ല സാർ. ഇങ്ങോട്ട് വന്നിട്ടൊന്നും കാര്യമില്ല. എന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല. ഇപ്പൊ മോനിട്ടർ മനസ്സിലായോ ഇതിനകത്ത് കള്ളത്തരം ഉണ്ടെന്ന്? ആ കേശവനുണ്ണി എന്ന് പറയുന്ന ചട്ടമ്പി എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നു. എന്തിന്? ആഹാ, ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ പുഷ്പാങ്കത ചേട്ടൻ കേശവനുണ്ണിക്കെതിരെ പരാതി കൊടുത്തു. വിക്രമൻ സാറ് അത് അന്വേഷിക്കുന്നു. അന്വേഷിച്ചെന്ന് വിക്രമൻ സാറിന് കേശവനുണ്ണി കാര്യമായിട്ട് കൈക്കൂലി കൊടുത്തിട്ടുണ്ടാവും. അതോടെ കേസ് ഒത്തുതീർപ്പാക്കാൻ വിക്രമ സാർ ഇറങ്ങി പുറപ്പെടുവല്ലോ. പക്ഷേ ഇന്ന് ഞാൻ ആ കേസ് കുത്തിപ്പൊക്കിയതോടെ സംഗതി വഷളാവെന്ന് വിക്രമ സാറിന് മനസ്സിലായി. അതോടെ കേശവനുണ്ണിയെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. എനിക്ക് കാശ് തന്ന കേസിൽ നിന്ന് ഒഴിവാകാമെന്നാണ് കേശവനുണ്ണി കരുതിയിരിക്കുന്നെങ്കിലേ അത് ചുമ്മാതായിരിക്കും മോനട്ടാ. ഇതൊക്കെ നിനക്ക് തോന്നുന്നില്ലേ? അല്ലല്ലോ മോഹനട്ടാ, ഒരു കേസിലെ കക്ഷി എതിർ കക്ഷിയുടെ വക്കീലിനെ കാണാൻ പോകുന്നത് എന്തിനായിരിക്കും? സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഇതിലുള്ളൂ. എസ്.ഐ. വിക്രമൻ സാറ് കേശവനുണ്ണിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, എനിക്ക് കാശ് തരാനായിട്ട് കേശവനുണ്ണിയെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. ആ, നല്ല ബെസ്റ്റ് പോലീസുകാർ തന്നെ. പക്ഷേ വിക്രമൻ സാറ് സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാ. അദ്ദേഹത്തെ പറ്റി ആരും ഒരു കുറ്റം പറഞ്ഞ ഞാനിതുവരെ കേട്ടിട്ടില്ല. ഇല്ല, മോനോട് കേൾക്കൂല. കാരണം വിക്രമൻ സാറും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ. ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം വരുമ്പോ മോഹനേട്ടൻ ഈ ചെവി ഉണ്ടല്ലോ, അത് കേൾക്കേയില്ല. ഉത്തമൻ വിളിക്കുന്നുണ്ട്. വിക്രമ സാറിനെ പറ്റി ഉത്തമനോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പൊ അറിയാലോ നമുക്ക് സത്യം. നമസ്കാരം സാർ. ആ പ്രതാപന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. മുന്നാധാരത്തിന്റെ പകർപ്പ് ഇന്നലെ വില്ലേജ് ഓഫീസിൽ കൊടുത്തിരുന്നു. കൊടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞ സമയത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും. ഇന്ന് സർട്ടിഫിക്കറ്റ് തരാന്നാണ് സാർ പറഞ്ഞത്. 11 മണി കഴിയുമ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പ്രതാപനോട് പറഞ്ഞേക്കൂ. ഓ ശരി സാറേ, എന്നാ പിന്നെ 11 മണിക്ക് വരാം. ഉത്തമ, നമ്മുടെ എസ്.ഐ. വിക്രമൻ സാറിനെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താ? അതിപ്പോ അങ്ങനെയൊക്കെ സത്യമേ പറയാവൂ. എസ്.ഐ. വിക്രമൻ സാർ എങ്ങനെയുള്ള ഉദ്യോഗസ്ഥനാണ്? സത്യം പറയാല്ല സാറേ, അയാള് ഭയങ്കര അഹങ്കാരിയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പള്ളിക്കുന്നിലെ സോമൻകുട്ടിയെ റോഡിലൂടെ നടന്നു വരികയായിരുന്നു. രാത്രിയിലായിരുന്നു സംഭവം. എസ്.ഐ. ഒരു ബൈക്കിൽ അങ്ങോട്ട് വരുന്നു. യൂണിഫോം ഇല്ലാത്തത് കൊണ്ട് സോമൻകുട്ടിക്ക് ആളെ അങ്ങോട്ട് മനസ്സിലായില്ല. റോഡിലെ കുഴിയിൽ ബൈക്കിലെ ടയർ ചാടി ചെളിവെള്ളം മുഴുവൻ സോമൻകുട്ടിയുടെ ദേഹത്ത് വീഴുന്നു. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത് എന്ന് സോമൻകുട്ടി ഒരു ചോദ്യം. ആരായിരുന്നാലും അങ്ങനെ ചോദിച്ചു പോവല്ലോ. ഈ എസ്.ഐക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. രാത്രി തന്നെ സോമൻകുട്ടിയുടെ വീട്ടിൽ ചെന്ന് അവനെ പൊക്കിക്കൊണ്ട് വന്ന് ഒരു രാത്രി മുഴുവൻ സ്റ്റേഷനിലിരുത്തി ഈ എസ്.ഐ. ആളറിയാതെ പറ്റിപ്പോയതാണ് സാറേ, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് സോമൻകുട്ടിയുടെ ചേട്ടൻ രാമൻകുട്ടി എസ്.ഐയുടെ കാല് പിടിച്ചു. എന്നിട്ട് ഇയാള് സമ്മതിച്ചില്ലെന്നേ. എന്തൊരു സ്വഭാവമാണെന്ന് ആലോചിച്ച് നോക്കണം. ഇത് മോഹനകൃഷ്ണ സാർ കേട്ടല്ലോ. ഇതാണ് എസ്.ഐ. വിക്രമൻ സാറിന്റെ സ്വഭാവം. അങ്ങനെയുള്ള അയാളെ ഞാൻ രണ്ടെണ്ണം പറഞ്ഞാൽ എന്താ മോനോட തെറ്റ്? പാപ്പടാ, സോമൻകുട്ടിയോട് കാണിച്ച പോലെ എന്റെ അടുത്ത് വല്ലതും കാണിച്ചിട്ടുണ്ടെങ്കിലേ അയാളെ വിവരം അറിയും. പ്രതാപന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് വേണമെന്നാണ് ഉത്തമൻ പറഞ്ഞത്. അല്ല അതിപ്പോ പിന്നെ സാറേ എന്തെന്നറിയാമോ, ഈ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനായ വിക്രമൻ സാറിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ ഉത്തമന് സർട്ടിഫിക്കറ്റ് കിട്ടിയത് അല്ല സാർ. അത് എന്തെന്നറിയാമോ, ഞാൻ പറഞ്ഞുതരാം. സാർ എന്നെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ പറയാൻ വന്നത് മുഴുവൻ ആക്കിയില്ലല്ലോ. ആക്കിയില്ല. അതെ, ഈ ബൈക്ക് കുഴിയിൽ വീണപ്പോ സോമൻകുട്ടിയുടെ ദേഹത്ത് ചെളിവെള്ളം തെറിച്ചു എന്നുള്ള കാര്യം സത്യം. ഈ ചെളിവെള്ളം ദേഹത്ത് വീഴുമ്പോ ആരും പറയുന്നത് പോലെ സോമൻകുട്ടി പറഞ്ഞു. പക്ഷേ ഒന്നും കൂടി മനസ്സിരുത്തി ആലോചിച്ചു കഴിഞ്ഞാൽ ന്യായം വിക്രമ സാറിന്റെ പക്ഷത്താണല്ലോ സാറേ. അതായത് ഈ റോഡിലൂടെ ബൈക്ക് ഓടിച്ചു പോയപ്പോ ടയർ കുഴിയിൽ വിടുന്നതാണല്ലോ പ്രശ്നം. റോഡിൽ എങ്ങനെ കുഴിയുണ്ടായി? അത് പോലീസുകാരുടെ കുഴപ്പം കൊണ്ടല്ലോ. ചുരുക്കത്തിൽ വിക്രമൻ സാറിന്റേതല്ലാത്തൊരു തെറ്റിന്റെ പേരിലാണല്ലോ സോമൻകുട്ടി വിക്രമ സാറിനെ ചീത്ത വിളിച്ചത്.
സത്യത്തിൽ സോമൻകുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാത്തതാണ് ഇതിനകത്തുള്ള പ്രശ്നം. വിക്രമ സാറ് ഇക്കാര്യത്തിൽ പൂർണ്ണ നിരപരാധിയാണ്. അല്ലെങ്കിലും വിക്രമ സാർ SI ആയി വന്നതിന് ശേഷമാണല്ലോ നമ്മുടെ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടായത്. സാറേ, വിക്രമ സാർ എന്ന് പറഞ്ഞാൽ സാറിനെ പോലെ തന്നെ നല്ല മനുഷ്യനല്ലേ? ഉത്തമൻ ഒരു 11 മണിയാകുമ്പോ വില്ലേജ് ഓഫീസിലേക്ക് വരൂ. ഓ, സർട്ടിഫിക്കറ്റ് ഞാൻ എഴുതി വെച്ചേക്കാം. ശരി ശരി. പ്രതാപന്റെയാണ് സാറേ. അറിയാം. ആ. ഉത്തമൻ ബ്രോക്കർ പണി നിർത്തി രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് ഇറങ്ങണം. നന്നായി ശോഭിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓ, നിന്ന നിപ്പിലല്ലേപ്പാ കളം മാറ്റി ചവിട്ടിയത്. ശോ, ഇപ്പോഴാണ് ശ്വാസം നേരെ വിടുന്നത്. ഉപജീവനമല്ലേ വക്കീലെ, ഇങ്ങനെയൊക്കെ തട്ടി തട്ടി നിന്നാലേ കാര്യങ്ങൾ നടക്കൂ. ഉത്തമ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ തെറ്റ് വിക്രമ സാറിന്റെ പക്ഷത്തല്ല. റോഡിൽ കുഴി ഉണ്ടായതാണല്ലോ കുഴപ്പമുണ്ടായത്. അതായത് PWD-ക്കാരാണ് ശരിയായ പ്രതി. അസിസ്റ്റന്റ് എഞ്ചിനീയർ അശോക സാറിനെ ആയിരുന്നു സോമൻകുട്ടി ചീത്ത വിളിക്കരുത് അല്ലെ? അല്ല വക്കീലെ, ഞാൻ പറയട്ടെ. ഇതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായി. അത് ഞാൻ വലിയ പരിക്കില്ലാതെ പരിഹരിച്ചു. ഇനിയിപ്പോ വക്കീലായിട്ട് അത് വീണ്ടും വഷളാക്കരുത്. PWD ഒരു സർക്കാർ വകുപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് മോരയുടെ സാറ് എന്റെ മെക്കിട്ട് കയറാൻ വരും. ഉപദ്രവിക്കരുത് പ്ലീസ്. ശരി. അല്ല, ശരിക്കും ഈ SI വിക്രമ സാറുമായിട്ട് എന്താണ് പ്രശ്നം? പ്രശ്നം തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. കേശവനുണ്ണി ഒന്ന് ഇങ്ങോട്ട് വരട്ടെ, ബാക്കി ഞാൻ ശരിയാക്കി കൊടുക്കാം. അതായത് ഈ കേശവനുണ്ണി. ഉത്തമന് എത്ര കേശവനുണ്ണി അറിയാം? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആരെയും അറിയില്ല. ഇല്ലല്ലേ? അപ്പൊ വേഗം സ്ഥലമിടാൻ നോക്കൂ. വിക്രമ സാറും കേശവനുണ്ണി എന്തായിരിക്കും സംഭവം? ഉത്തമൻ പറഞ്ഞ നീ കേട്ടല്ലോ. വിക്രമൻ സാർ വന്നതിന് ശേഷമാണ് ഈ നാട്ടിൽ സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ ഉണ്ടായത്. അത് ഉത്തമൻ പറഞ്ഞല്ലോ, പറയേണ്ടി വന്നതല്ലേ. മോഹനയുടെ കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നാലോ എന്ന് കരുതി പറഞ്ഞൊരു കള്ളം. നിനക്കിപ്പോ വിക്രമൻ സാറിനെ മോശക്കാരനാക്കിയേ പറ്റൂ നിർബന്ധമാണോ? അല്ല, അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. മോഹനേട്ടാ, പുഷ്പാകതൻ ചേട്ടൻ പറഞ്ഞതിലാണ് ന്യായമെന്ന് മോഹനേട്ടനും അറിയാം. അങ്ങേരുടെ നെറ്റിയിലെ മുറിവ് നമ്മൾ കണ്ടതാണേ. തല്ലി എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു ആക്രമണത്തിൽ പരിക്കേറ്റ് പോലീസിൽ പരാതി പറയാനെത്തിയ ആളുടെ പരാതി ഒതുക്കി തീർക്കാൻ നോക്കുന്ന എവിടുത്തെ മര്യാദയാണ് മോനേട്ടാ? കാണും. അത് പുഷ്പാകതൻ ചേട്ടൻ പറഞ്ഞല്ലോ. ഈ പറയുന്ന കേശവനുണ്ണി ഒരു ഭൂലോക ചട്ടമ്പിയായിരിക്കും. അയാളുടെ അച്ഛന്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ. അങ്ങനെ പണക്കാരെ സഹായിക്കാൻ നടക്കുന്ന SI വിക്രമൻ സാറിനെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആഹാ, നീ ഉടനെ SI വിക്രമൻ സാറിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയൊന്നും കൈക്കൂലി വാങ്ങുന്ന ഒരാളല്ല അദ്ദേഹം. അങ്ങനെയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ആവശ്യമില്ലാതെ കേസ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് എനിക്കാണ്. മോഹനേട്ടൻ നാണക്കേട്? ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യ കേസ് വാദിക്കാന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? കേസ് വന്നാൽ വാദിക്കാനാണ് വക്കീല്. അതിപ്പോ SI വിക്രമ സാറിനെതിരെ എന്നല്ല, മോഹനേട്ടനെതിരെയാണെങ്കിലും ഞാൻ കേസ് വാദിക്കും. നാട്ടുകാർ ഉപദ്രവിക്കുന്ന റവടിക്കെതിരെ പോലീസ് കേസെടുത്തില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യണ്ടേ മോനേട്ടാ? അതാരാ? കേശവനുണ്ണിയായിരിക്കും. നിന്നെ കാണാൻ വരുമെന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യം എന്താണ് എന്ന് വിശദമായി ചോദിച്ചതിന് ശേഷമേ ഒരു തീരുമാനം എടുക്കാവൂ. ഇല്ല, എനിക്ക് എന്റെ കക്ഷിയായിട്ട് മാത്രം സംസാരിച്ചാൽ മതി. കേശവനുണ്ണി എതിർ കക്ഷിയാണ്. അത് കേശവനുണ്ണി അല്ല. അനുഷ സാറിനെ കാണാൻ വരുന്ന ആരോ? നമസ്കാരം, ഞാൻ കേശവനുണ്ണി. കേശവനുണ്ണിയോ? ഇതാ
എസ് ഐ വിക്രമൻ സാറ് പറഞ്ഞു ഇവിടെ വന്ന് വക്കീലിനെ കാണാൻ. ഇതാണോ കേശവനുണ്ണി? എന്താണ് വക്കീലിന് അറിയേണ്ടത്? അയ്യോ അല്ല, പുഷ്പാങ്കതൻ ചേട്ടൻ പറഞ്ഞത് അയാളുടെ തല ഞാൻ തല്ലി പൊട്ടിച്ചെന്നല്ലേ? അപ്പൊ ഇതിനാണ് എന്റെ പൊന്നു വക്കീലെ, എല്ലാ ദിവസവും കള്ളം കുടിച്ച് അയാൾ വഴക്കുണ്ടാക്കാൻ വരും. ഇന്നലെ എന്റെ വീടിന്റെ ഗേറ്റിന്റെ മുമ്പിലിരുന്ന് കള്ളു കുടിച്ചപ്പം എഴുന്നേറ്റ് പോവാൻ അച്ഛൻ പറഞ്ഞു. അപ്പൊ അയാള് അച്ഛനെ ചീത്ത വിളിച്ചു. അച്ഛനെ ചീത്ത വിളിച്ച എനിക്ക് ദേഷ്യം വരില്ലേ? കല്ലെടുത്ത് ഞാൻ ഒരു ഏരിയ കൊടുത്തു. അയ്യോ, ആള് ചില്ലറക്കാരനല്ല. വിട്ടേക്ക്. അത് അയാളുടെ നെറ്റി കൊണ്ടു മുറിഞ്ഞ് ചോര വരികയും ചെയ്തു. വലിയ ഇനമാ. അയാള് കേസ് കൊടുത്തപ്പോ എസ് ഐ അന്വേഷിച്ചു വന്നപ്പോ എസ് ഐക്ക് കാര്യം വഴി കിട്ടി. എസ് ഐ തിരിച്ചു പോവുകയും ചെയ്തു. വക്കീൽ എന്തൊക്കെ ചെയ്താലും എന്നെ പിടിച്ച് ജയിലിലിടാൻ ഒരു സാധ്യതയില്ല. അതിനുള്ള നിയമമൊന്നുമില്ലല്ലോ. ഇവൻ ഇന്ത്യൻ പീനൽ കോഡ് വായിച്ചു കഴിഞ്ഞു. ജുവനൈൽ ആക്ട് വക്കീൽ വായിച്ചിട്ടില്ലേ? ഈ കുഞ്ഞിന് പഠിക്കാൻ ബാക്കിയൊന്നുമില്ല. ഇത് നേരിൽ കണ്ടിട്ട് പറഞ്ഞിട്ട് പോവാൻ വന്നതാ. വരട്ടെ. ഈ കൊച്ചു കുഞ്ഞിനാണോ പുഷ്പാങ്കതൻ റൗഡി കേശവനുണ്ണി എന്നൊക്കെ പറഞ്ഞത്? അത് കേട്ട് വിശ്വസിക്കാൻ ഒരു വാക്യോലും ആണക്കേട്. എസ് ഐ വിക്രമൻ സാറ് കേസ് ഒഴിവാക്കിയപ്പോ തന്നെ അതിനകത്തൊരു കാരണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കേണ്ട ബുദ്ധി വേണ്ടേ ഭാവി നിനക്ക്? എന്നാലും അതെങ്ങനെ? ഒരാൾ കള്ളു കുടിച്ചിട്ട് സ്വന്തം വൽക്കുമ്പോ ആ പ്രായത്തിലുള്ള കുട്ടി പിന്നെ വേറെ എന്ത് ചെയ്യണമായിരുന്നു? ഈ മൂക്കോണ്ടേ ഇച്ഛാവരപ്പിക്കുന്നു പറഞ്ഞല്ലോ വിക്രമ സാറെ കൊണ്ട്. ആ പരിപാടി എന്തായി? ചിരിക്കട്ടോ, എനിക്ക് ചെറുതായിട്ടൊരു അബദ്ധം പറ്റിയതാ. അതിലിത്ര കളിയാക്കാനൊന്നുമില്ല. എന്നാലും അവനാണ് കൊള്ളാലോ. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കല്ലെടുത്തെറിയ മാത്രമല്ല പുഷ്പാങ്കതന്റെ കയ്യും കാലും ഒക്കെ ചവിട്ടി ഓടിച്ചേരാ. നാട് വിറപ്പിക്കുന്ന ചട്ടമ്പിയെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയ സത്യഭാമയ്ക്ക് കിട്ടിയ തിരിച്ചടി ഒരു വലിയ സംഭവമാക്കേണ്ടതില്ല. മനുഷ്യരല്ലേ, ചെറിയ അബദ്ധങ്ങളൊക്കെ ആർക്കും പറ്റാമെന്ന് സമാധാനിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.